ഞാൻ ഈ അടുത്ത് ടെസ്റ്റ് എന്നൊരു സിനിമയുടെ ട്രെയിലർ കണ്ടാണ് ശരിക്കും സർപ്രൈസ്ഡ് ആയത്. ഞാൻ ആ ഒരു സിനിമ കണ്ട് തുടങ്ങിയത് ഒരു സ്പോർട്സ് ഡ്രാമ പ്രതീക്ഷയാണ്. പക്ഷെ അതൊരു ത്രില്ലർ മോഡ് സിനിമയായിട്ടാണ് പിന്നീട് മാറിയത്. എസ് ശശികാന്ത് നല്ലൊരു എൻഗേജിംഗ് ത്രില്ലർ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം താങ്ക്സ് പറയുന്നത് മാധവൻ എന്ന ആക്ടറിനാണ്. എത്ര വർഷം അഭിനയിക്കാൻ തുടങ്ങിയിട്ടും ഇപ്പോഴും കംപ്ലീറ്റ്ലി ആ നടന്റെ ആ ഒരു കേപ്പബിലിറ്റി ഒരു ഡയറക്ടർ പോലും കംപ്ലീറ്റ്ലി തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഇത് സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷേത്താറിന്റെ സിനിമയിൽ സർപ്രൈസ് ചെയ്തതുപോലെ തന്നെ ഇവിടെയും ശരവണൻ എന്ന ക്യാരക്ടറിനെ ആ ഒരു പ്ലേ ചെയ്ത രീതി അബ്സല്യൂട്ട്ലി ഫാബുലസ് ആയിരുന്നു. നമ്മൾ ആ ഒരു റൺ ടൈം പിടിച്ചിരുത്തുന്നത് ആ ഒരു ആക്ടറിന്റെ ഗംഭീരമായ വെൽ ബാലൻസ് പെർഫോമൻസ് ആണ്. നയൻതാര നല്ല കട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മാധവൻ എന്ന ആക്ടറിന്റെ കൂടെ തന്നെ. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നയൻതാരയുടെ ഒരു ഇമോഷണൽ പവർഫുൾ പെർഫോമൻസ് കാണാൻ പറ്റിയത്. സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എല്ലാവരും നന്നായിരുന്നു. മീര ജാസ്മിൻ ആകെ 4 to 5 സീൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു ഇമ്പാക്ട് ലീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ എപ്പോഴത്തെ പോലെ വളരെ ഗ്രിപ്പിംഗ് ആയ ഒരു എഡ്ജ് ഓഫ് സീറ്റ് സംഭവമൊന്നുമല്ല. വളരെ സമയമെടുത്ത് കഥ പറയുന്ന ഒരു സിനിമയാണത്. സോ പേഷ്യൻസ് വേണം. എനിക്ക് പേഴ്സണലി ഡീപ്പ് ഇന്റൻസ് ആയ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇഷ്ടം. അതുപോലെ തന്നെ ടെസ്റ്റ് എന്ന സിനിമയുടെ പേര് പോലെ തന്നെ ആൾക്കാരുടെയും പേഷ്യൻസ് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തേക്കാം, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. ഷോൺ റോളിന്റെ മ്യൂസിക് നന്നായിരുന്നു, സിനിമയ്ക്ക് ചേർന്ന് തന്നെയായിരുന്നു, വിഷ്വൽസ് നല്ലായിരുന്നു, എഡിറ്റിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും തോന്നി. ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് ക്രിക്കറ്റ് ആണ്. പക്ഷെ ക്രിക്കറ്റിന്റെ പോർഷൻസ് വരുമ്പോൾ കൂടുതൽ ലാഗ് ഫിലിം എങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്ത് മാധവൻ നയൻതാരയുടെ പോർഷൻസ് കാണാൻ നമുക്കൊരു പ്രേരണ തോന്നും. അതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ പോർഷൻസ് വരുമ്പോൾ ട്രാൻസിഷനും അത്രയും എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് എഡിറ്റിംഗ് ഒരു വീക്ക് പോയിന്റ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഒരു പക്ക OTT മെറ്റീരിയൽ തന്നെയാണ് ടെസ്റ്റ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഡിസപ്പോയിന്റഡ് ആവില്ല. ഒരു നല്ലൊരു എൻഗേജിംഗ് സ്പോർട്സ് പ്ലസ് ത്രില്ലർ എക്സ്പീരിയൻസ് കാണുന്നവർക്ക് എന്തായാലും കിട്ടും തന്നെ ഉറപ്പ് തരുന്നു.